I'm leaving home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season and lose all sense of time. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream, you know what I mean. The summer air by the seaside, the way it fills our lungs, the fire burns in the night sky. This life will keep us young and keep us young. Sleep by the ocean, our hearts will move with the tide, and we will wake in. രണ്ടാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളുപ്പത്തിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. Our hearts will move with the tide, and we will wake in the morning to see the sun paint the sky. I'm moving far away to a sunny place where it's just you and me.
Feels like we're in a dream. You know what I mean. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I mean. I count on every word you said. In the back of my mind I repeat them one by one. I need it when I'm falling apart and bury my head in your hands and heart. I come undone. Want you close to me, close to me, close to me, oh close to me. When I don't have the words to breathe. നീതിനിക്രമത്തിന് കാർമ്മികരായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് തലാപ്പള്ളി അച്ഛനെയും ജോൺ ആരോഗ്യ അച്ഛനെയും ജോൺ പാറയിൽ അച്ഛനെയും ഫെബിൻ കുന്നപ്പള്ളി അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. അല്പസമയം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുര്യാക്കോസ്, റോസ്മേരി ഇവർ തങ്ങളുടെ സമ്മതം ഈശോയെ സാക്ഷിയാക്കി, തിരുസഭയെ സാക്ഷിയാക്കി അറിയിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആശംസകൾ നേരാനും ഇവരോടൊപ്പം ആയിരിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ സമയമായിരിക്കുന്നത്. വൈദികരായ ഞങ്ങൾ ഓരോരുത്തരും ഈ അൾത്താരയിലായിരുന്നുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് ഒരല്പസമയം പ്രാർത്ഥിക്കുക, അവരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, പ്രാർത്ഥനയിലും സാന്നിധ്യമായിട്ടും ഞങ്ങളൊപ്പമുണ്ട് എന്ന് തമ്പുരാനെ സാക്ഷിയാക്കി നമുക്ക് പറയാം. എല്ലാവിധ ആശംസകളും ഇവർക്ക് നേരാം. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ
ദൈവത്തിന് സ്തുതിയും. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന് നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തിരഞ്ഞെടുത്ത റെബേക്കായെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ ദിവസം വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ കുര്യാക്കോസ്, റോസ്മേരി ഇവരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവ് നല്ലവരാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴി ഒരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി അണഞ്ഞിരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. കർത്താവിനെ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശന്നു വലയാം, കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്നു കേൾക്കുവിൻ. ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിവാഹ വാഗ്ദാനത്തിന് അടഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഗനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം
അധ്യായം 3 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ഭാഗ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടവുമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അൽസരത്നമണഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശ്വസ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങൾ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, 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 പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നല്ലൊരാശയം പൂരിത കവിതൻ തൂലിക പോലെ മാറിപ്പോ. താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടിയിടുന്നേ. ഹല്ലേലൂയ, 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 പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, നവവധൂരന്മാരായ ഡാൻഡിസ്, ഐഡ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരായ രണ്ടുപേര്, ഡാൻഡിസും ഐഡയും, പരസ്പരം വിവാഹിതരായി കൊള്ളാമെന്നുള്ള വാഗ്ദാനം പരസ്യമായി ദൈവസന്നിധിയിലും നമ്മുടെ മുമ്പിലും ഏറ്റുപറയുന്ന സന്തോഷകരമായ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഡാൻഡിസിനും ഐഡയ്ക്കും വിവാഹത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയും ദൈവാനുഗ്രഹം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
വിവാഹിതരാകുന്ന ഓരോ യുവാവിനെയും യുവതിയെയും സഭ അനുസ്മരിപ്പിക്കുന്ന ഏതാനും അടിസ്ഥാനപരമായ തത്വങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ദേവാലയത്തിൽ വെച്ച് നിങ്ങളെ യോജിപ്പിക്കുന്നത് വൈദികനോ കുടുംബക്കാരോ ബന്ധുമിത്രാദികളോ ഒന്നുമല്ല, ദൈവമാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തെയും ഹവ്വായെയും യോജിപ്പിച്ച ദൈവം നിങ്ങളെയും പരസ്പരം യോജിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. മാനുഷികമായി പല കാരണങ്ങളൊക്കെ പിന്നിൽ ഉണ്ടാകാം. എങ്കിൽ പോലും ആത്യന്തികമായിട്ട് വിശ്വാസ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ദൈവം നിങ്ങളെ യോജിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ വിവാഹിതരായിക്കൊള്ളാമെന്നും വിവാഹിതരാകുമ്പോൾ നിങ്ങളെടുക്കുന്ന പ്രതിജ്ഞയും എന്താണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡാൻഡിസ് അയഡയ്ക്കൊരു വാഗ്ദാനം കൊടുക്കുകയോ പ്രതിജ്ഞ ചെയ്യുകയല്ല ചെയ്യുന്നത്. അയഡ ഡാൻഡിസിനോട് ഒരു പ്രതിജ്ഞ ചെയ്യുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നത് ദൈവത്തോടാണ്. ദൈവത്തെ സാക്ഷി നിർത്തി ഞാനിവിടെ സ്വീകരിക്കുന്നുവെന്നും ഞാനിവനെ സ്വീകരിക്കുന്നുവെന്നും മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ജീവിച്ചു കൊള്ളാമെന്നും നിങ്ങൾ പരസ്പരം വാഗ്ദാനം ചെയ്യുകയല്ല, ദൈവം മുമ്പിൽ വാഗ്ദാനം ചെയ്യുകയാണ്. ദൈവം യോജിപ്പിക്കുന്നു, ദൈവത്തിനു മുമ്പിൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവം നിങ്ങളെ എന്തിനു വേണ്ടി യോജിപ്പിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചു കേട്ടു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. യേശു പറഞ്ഞത് നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണമെന്നാണ്. അതിന് പൗലോസിലേക്ക് പറയുന്നുണ്ട്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കട്ടെ. എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത? മനുഷ്യൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞപ്പോഴും മനുഷ്യൻ ദൈവത്തെ ഒറ്റിക്കൊടുത്തപ്പോഴും മനുഷ്യൻ ദൈവത്തെ കുരിശിലേറ്റിയപ്പോഴും ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. മനുഷ്യൻ എന്തു ചെയ്തു നോക്കിയിട്ടല്ല ദൈവം സ്നേഹിച്ചത്. ദൈവം അടിസ്ഥാനപരമായി സ്നേഹമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ചെയ്തികൾ നോക്കാതെ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. ഈ സ്നേഹത്തിന് പറയുന്ന പേരാണ് അഗാപ്പേയം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. വിവാഹ ജീവിതത്തിൽ നിങ്ങളും വിളിക്കപ്പെടുന്നത് ഇപ്രകാരമുള്ള വ്യവസ്ഥകൾ വയ്ക്കാത്ത സ്നേഹത്തിലേക്കാണ് എന്ന് തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള സ്നേഹങ്ങളാണ് പലപ്പോഴും കുറേ കഴിയുമ്പോൾ പിരിഞ്ഞു പോകുന്നത്. ഞാൻ സ്നേഹിച്ചതുപോലെ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നുമില്ല, അതുകൊണ്ട് ഞാനുമില്ല. പാതി വഴിയിൽ പിരിയുന്നവർ അനേകരാണ്. ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ് എന്നും ദൈവത്തോട് ചെയ്ത വാഗ്ദാനമാണ് എന്നും ദൈവം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനുള്ള വിളിയാണെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നു? ഡാൻഡിസ്, ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നു? യേശുവിനെ, ദൈവത്തെ. ഭാര്യയെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ശരിയാണോ? ഇല്ല, അങ്ങനെയാണോ? രണ്ടുപേരും തെറ്റ് പറയാൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെയല്ല പറയുന്നത്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു. ഭർത്താവിനെ സ്നേഹിക്കുന്നവനും തന്നെ തന്നെ സ്നേഹിക്കുന്നു. കാരണം ഇവർ ഇരുവരും ഒരു ശരീരമാണ്. അതിനാവാത്ത വിധം ഒരുമിച്ച് ചേർക്കപ്പെടുകയാണ്. അപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്നവൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു. ഒരുത്തൻ കുളിക്കുന്നത് വിചാരിക്കുക, അവന് പറയാൻ പറ്റുന്നുണ്ട് ശരീരത്തെ സ്നേഹിക്കുന്നു. അവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ കുളിക്കുന്നു. അവൻ തലവേദന ഉണ്ടാകുമ്പോൾ മരുന്ന് കഴിക്കുന്നു, തന്നെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. അവൻ നഖം വെട്ടുന്നത് കാലിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ? തന്നെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. ഭക്ഷണം കഴിക്കുന്നത് നാവിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ? അല്ല, അവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. ഭാര്യയെ സ്നേഹിക്കുന്നതും മറ്റൊന്നായതുകൊണ്ടല്ല, തൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
അതുകൊണ്ട് ഡാനിസിൻ്റെ മുതൽ പറയണം, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു. അയുടെ പറയണം, ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു. അപ്രകാരമുള്ള സ്നേഹത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. വേർപെടുത്താനാവാത്ത സ്നേഹം. അതാണ് ക്രിസ്തു നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതിന് വിരുദ്ധമായ പല സ്നേഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാതി വഴിയിൽ പിരിയുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു പള്ളിയിൽ 3 വർഷം വികാരിയായിരുന്നു. ഈ 3 വർഷം കൊണ്ട് അവിടെ നടന്ന 8 വിവാഹങ്ങൾ വിവാഹമോചനത്തിൽ കലാശിച്ചു. ഇവിടുത്തെ വികാരിച്ച് പറയുകയായിരുന്നു, കഴിഞ്ഞ 3 വർഷം ഈ പള്ളിയിൽ നടത്തിയ വിവാഹങ്ങളിൽ 20 എണ്ണം ഡൈവോഴ്സ് ആകാൻ പരാതിയായി. 20 എണ്ണം ഈ മകൾക്കുടം പള്ളിയിൽ. അപ്പോൾ സ്നേഹത്തിൻ്റെയും യേശുവിൻ്റെ പ്രമാണത്തിൻ്റെയും പ്രാധാന്യം നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? വേദപാഠം ബൈബിൾ നേഴ്സറി 4 വയസ്സുള്ളപ്പോൾ തുടങ്ങും. 17-18 വയസ്സ് വരെ വേദപാഠം പഠിക്കും. പിന്നെ യുദീപ്തിയുണ്ട്, മാതൃദീപ്തിയുണ്ട്, പിതൃവേദിയുണ്ട്, പ്രീ മാരേജ് ഗൈഡൻസ് കോഴ്സുണ്ട്, വാർഷിക ധ്യാനങ്ങളുണ്ട്, തീർത്ഥാടനങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മളുടെ മക്കൾ വിവാഹിതരായാൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ ഏറ്റവും വിവാഹമോചനം നടക്കുന്നത് സുറിയാനി കത്തോലിക്കരുടെ ഇടയിലാണ്, നമ്മുടെ ഇടയിലാണ്. മുസ്ലിങ്ങൾക്ക് അത്രയില്ല, ഹിന്ദുക്കൾക്ക് അത്രയില്ല, മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിലില്ല. സുറിയാനി കത്തോലിക്കിടയിലാണ് ഏറ്റവും വിവാഹമോചനം. സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയും സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നടപ്പാക്കുകയും സ്വന്തം ഇഷ്ടം മറ്റുള്ളവരോട് അനുസരിപ്പിക്കുകയും ചെയ്തിട്ട് വിവാഹിതരായി കഴിയുന്ന മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യുവാനോ അല്പം ക്ഷമിക്കുവാനോ അല്പം പൊറുക്കുവാനോ അല്പം ഒന്ന് താണു കൊടുക്കുവാനോ മനസ്സില്ലാതെ വരുമ്പോൾ 1 പറഞ്ഞു, 2 പറഞ്ഞു, 3-ാമതുണ്ട്. വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹത്തിനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിൽ അധിഷ്ഠിതമായി വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന കൂദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസന്റെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഇവർ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പറ്റുകയുള്ളൂ. സാക്ഷികൾ റോസ്മേരി കുര്യാക്കോസ് മെസ്സിയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ റോസ്മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. റോസ്മേരി മെസ്സിയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ കുര്യാക്കോസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ, ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ കുര്യാക്കോസ്, റോസ്മേരി മെസ്സിയ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.
സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസന്റെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും നാഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിയുടെയും പ്രാർത്ഥന അവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധന്റെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധന്റെയും വാഴ്ത്തപ്പെട്ടവന്റെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റെബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ നീവായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വവും ഞങ്ങൾക്ക് നൽകി
ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ സുന്ദരവും പരിശുദ്ധവും ജീവതായ ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകത്തിന്റെ നാഥായ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപത്തിന്റെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സമയിൽ വാഴ്ത്തപ്പെട്ടവരാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. For this child I have prayed, and you heard my cry. I had faith, and you gave new life. In this moment now I pray, and I vow to you this day, I dedicate this baby back to you. Good afternoon, ladies and gentlemen. I am Ayona Joy and Shruti Janadevan. Today marks an important milestone in their lives of Dantes and Ida, as they officially announce their engagement and beginning their journey towards a lifetime of togetherness. Their journey towards the day has been filled with love, care and support by their families and friends. കേവലത്തിലെയും അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് ശേഷം നവവധൂവരന്മാർക്കുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. I would like to invite the lovely couple, Dantes and Ida, onto the stage. Let's give them a big round of applause and make them support of our special day. The union of two heads is not just about the couples, but it also about their families. ഈ ഒരു ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾ തന്നെയാവും. സോ ഏറെ ബഹുമാനത്തോടും ആദരവോടും അതോടൊപ്പം തന്നെ നല്ലൊരു കൈയോടും കൂടി ഐഡ ചേച്ചിയുടെ പേരൻസായ ബെന്നി ചേട്ടനെയും അൽഫോൺസ് ആന്റിയെയും സഹോദരിയായ അമിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Let's welcome Dantes Chetai and his lovely mother Mary Auntie to the stage. Dantes ചേട്ടയുടെ ബ്രദറായ ഡെന്നിസ് ചേട്ടനെയും അഞ്ചു ചേച്ചിയെയും അവരുടെ 3 മക്കളായ യോനസ്, ഇസ ആൻഡ് ജോസഫ് ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കാൻഡിലൈറ്റ് സെറമണിയാണ്. ലോകത്തിന്റെ പ്രകാശമായ യേശുനാഥ
देखा तुझे मेरा मन